നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും ജിന്ന് കേൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണത്. കണ്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ്. ഒരു കുറവില്ലട്ടോ, കറക്റ്റ് 22 ക്യാരറ്റ് ശിർക്കാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്ക്. ഇനി എന്റെ കുറവ് വേണ്ട, ഞാനും കൂടെ ഒന്ന് വായിച്ചുതരാം, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ. പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാളിത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടവൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത് നിങ്ങളുണ്ടല്ലോ, 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം, പറ്റാത്ത ആളാണെങ്കിൽ പറയണം, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം, ആളില്ലാത്ത പ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഒന്നുകൂടി കേട്ടോ, എഴുതി വെച്ചോ, പഠിച്ചോ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് വായിച്ചില്ലേ? തത്തുല്യമായ വാചകമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എത്ര ക്യാരറ്റായത്? എത്ര ക്യാരറ്റ് ശിർക്ക? ഇസ്ലാമിൽ എഴുതുമ്പോ 22 ക്യാരറ്റ് കൂടും, മടവൂരി എഴുതിയ ക്യാരറ്റ് കുറയും. അതെങ്ങനെയാണ്? കാര്യം ക്യാരറ്റ് ഇല്ല ഇതില്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അതിപ്പോ ചെറിയ മുണ്ടെന്നാണ് ഇവര് പോരടിച്ചിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അടിച്ചിട്ട് നിക്കണില്ല. ആരും വെച്ചാൽ അങ്ങനെയാണെന്നാ. സംഗതി എന്ന് വെച്ചോ, ചെറിയ മുണ്ടോ പോരടിക്ക് ഒരു വഴിക്ക്. ഇപ്പുറത്ത് നോക്കുമ്പോ സലാസുല്ലമി വേറെ ചവിട്ടി പൊട്ടിച്ച് പിന്നാടക്കട ഇടിച്ചു പൊളിച്ചാണ് മൂപ്പര്. അങ്ങനെയാണല്ലോ ചില സാധനം, ഇങ്ങനെ പിന്നാടക്കടയിൽ കയറി അങ്ങനെയാണ്. അങ്ങനെ ചവിട്ടി പൊട്ടിച്ച് മൂപ്പര് അവിടെ. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോ അലിമൊല്ലാക്കായി കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങനെ ഇവർക്കിട്ട് താങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളക്ലിപ്പായിട്ട് ഇങ്ങനെ ഒരു ടീം. വേറെ കുറെ ആൾക്കാർ തലയും ചൊറിഞ്ഞ് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ സ്ഥാപിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തലയും ചൊറിഞ്ഞ് വേറെ കുറെ ആൾക്കാർ. ഇനി പുതിയൊരു സെക്രട്ടറി ആയാൽ തന്നെയും ഇളമരം കരീമിനെ പോലുള്ള ആൾക്കാര് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് വരുമ്പോ ഞാനല്ലേ ജനറൽ സെക്രട്ടറി, ഞാനല്ലേ ഇന്റർവ്യൂ എടുക്കണോ, എന്നെ പരിഗണിക്കാതെ തൊപ്പിട്ട് കാക്ക കയറിയിരിക്കാണല്ലോ എന്ന ഒരു പരാതി ഇപ്പുറത്ത്. അങ്ങനെ ആകെ പ്രശ്നമാണ്. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിലും പൊതു തത്വത്തിൽ ഞങ്ങൾ വിശദീകരിക്കുകയാണ്. ഇത് ശബാബ്, ഇതിലൊരു ലേഖനം. ആരുടെ ലേഖന? സാക്ഷാൽ സലാസുല്ലമിയുടെ ലേഖനം. ഈ ഇസ്ലാഹിലുള്ളത് ഇതിലുണ്ട്. കേട്ടോ, സംഭവം എന്താന്ന് പറഞ്ഞാ, ഇവർക്ക് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ എന്താന്ന് പഠിച്ചില്ല, തൗഹീദ് എന്താന്ന് മനസ്സിലാക്കില്ല. തൗഹീദ് എന്നെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്ത് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് മനസ്സിലാക്കിയില്ല. മുമ്പ് മുതൽ ഖുറാഫികൾ ചോദിക്കേണ്ട ചോദ്യം ഉണ്ട് തന്നെ, എന്തെങ്കിലും കച്ചിത്തുരുമ്പാണ്. ആ കച്ചിത്തുരുമ്പും കൊണ്ട് ഇങ്ങനെ അള്ളയില്ലാത്തവർ പ്രാർത്ഥിക്കാൻ ന്യായം പറഞ്ഞു നടക്കുക. അതിന് ഇവര് ന്യായം പറയുന്നൊരു ന്യായമുണ്ട്. എന്ത്? പണ്ട് ഹാജറ ബീവി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്ര. ഹാജറ ബീവി ആ സഫാ മർവ കുന്നിന്റെ ഇടയിൽ പെട്ടുപോയി. വെള്ളമില്ല. ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു.
തന്റെ ഒക്കത്തുള്ള കുഞ്ഞ്, ആ പിഞ്ചോമന മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം വാവിട്ട് കരയുകയാണ് അല്പം വെള്ളത്തിന് വേണ്ടി. തന്റെ മാറ് പറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചുകുഞ്ഞിനെ അവിടെ